ഈ വി.ഡി. സതീശനെ പോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയായിരിക്കണം സംസാരിക്കേണ്ടത്. ഇപ്പോൾ സാബു ജേക്കബ് ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു ഡോക്യുമെൻ്റ് ഉണ്ടാവണം, അതിനൊരു ആധികാരികത ഉണ്ടാവണം. വെറും തറ രാഷ്ട്രീയക്കാരുടെ മാതിരി വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിവിടരുത്. ഇവർ പറയുന്നു ഇങ്ങനെ ഒരു ഡീല് എന്തടിസ്ഥാനത്തിലാണ്? സാബു ജേക്കബ് ആരെങ്കിലും കണ്ടോ? NDAയുടെ ഏതെങ്കിലും നേതാക്കന്മാർ ആരെങ്കിലുമായിട്ട് കണ്ടോ? ആർക്ക് വേണ്ടി ഡീലുണ്ടാക്കി? എന്താ ഞങ്ങളുടെ ആവശ്യം അവിടെ? ഞങ്ങൾ ആരെങ്കിലും ഫോണിൽ സംസാരിച്ചെന്നോ, ആരെങ്കിലും കണ്ടെന്നോ, സംസാരിച്ചെന്നോ? അത് പറയാതെ റാന്നിയിൽ ഡീലാണ്, റാന്നിയിലുണ്ടായത് ഇതാണത്. റാന്നിയിൽ കഴിഞ്ഞ തവണയും അതിന് മുമ്പിലുമെല്ലാം BDJS മത്സരിച്ച സ്ഥലമാണത്. അത് ഞങ്ങൾ കോന്നി ആദ്യത്തെ ലിസ്റ്റിൽ കോന്നി എഴുതിയതാണത്. ഞങ്ങൾ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ എഴുതിയത് കോന്നിയാണ്. കാരണം ഞങ്ങളുടെ സംഘടന, ഞങ്ങൾ അവിടെ 3 പഞ്ചായത്തുകൾ ഞങ്ങൾ മത്സരിച്ചത് അവിടെ. അപ്പോൾ തുഷാർജി പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ പത്മകുമാറാണ് മത്സരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു, BDJSൻ്റെ അവരുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടാണ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരാൾ മത്സരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അങ്ങനെയുള്ളവർക്കല്ലേ പ്രയോറിറ്റി കൊടുക്കണ്ടേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് കേരളത്തിലെ ഏത് സീറ്റ് വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞതാണ് ഞാൻ മത്സരിക്കുകയാണെങ്കിൽ. അത്രമാത്രം പ്രയോറിറ്റി തന്നു. അപ്പോൾ BDJSനെ സംബന്ധിച്ച് അത്രയും ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാൾ മത്സരിക്കാൻ കോന്നി ആവശ്യപ്പെട്ടപ്പോൾ അതുകൊണ്ട് ഞാൻ റാന്നി എടുത്തോളാം എന്ന് പറഞ്ഞു. ഇത്രയും ഉണ്ടായുള്ളൂ. ഇതാണ് ഡീല്. ഞാനും തുഷാർജിയുമായിട്ട് 1 മിനിറ്റിൽ തീർത്തൊരു പ്രശ്നമാണിത്. ഇത് പറയുന്നത് CPM-ഉം BJP തമ്മിലുള്ള എന്തിനാ ഞങ്ങൾ CPM-നെ കാൻഡിഡേറ്റിനെ ഇട്ട് കഴിയുമ്പം അവിടുത്തെ വോട്ട്സ് ആര് പറഞ്ഞ് ഞങ്ങൾ വീക്ക് കാൻഡിഡേറ്റ് ആണെന്നുള്ളത്? ഇനി ഇതല്ലെങ്കിൽ ചിഹ്നം വരാതെ അല്ല, ഞാൻ ഒരു കാര്യം പറയാം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും താമരചിഹ്നം വരാൻ പറ്റില്ല. 14 സഖ്യകക്ഷികളുണ്ട്. സഖ്യകക്ഷികൾ അവരുടെ ചിഹ്നത്തിലല്ലേ മത്സരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ പൊതുവായിട്ടെടുത്തൊരു തീരുമാനം ഞാൻ പറഞ്ഞുതരാം. കഴിയുന്നതും പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ 2020 BDJS ഈ സഖ്യകക്ഷികളെല്ലാവരും തന്നെ എല്ലാ ജില്ലകളിലും അവരുടെ പ്രസൻസ് ഉണ്ടാകണം. അവർക്ക് സംഘടനാ സംവിധാനം ഉണ്ടാകണം എന്നുള്ളതല്ല. കാരണം ഇതൊരു കൂട്ടായിട്ടുള്ള ഒരു ശ്രമമാണത്. അപ്പോൾ എല്ലാ ജില്ലകളിലും 2020 BDJSും വരുമ്പോൾ അതാണ് യൂണിറ്റി ആയിട്ട് കാണിക്കുന്നത്. അത് അവിടെ മത്സരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികൾക്കടക്കം കൂടുതൽ വോട്ട് നേടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. അത് ഞങ്ങൾ പൊതുവായിട്ടെടുത്ത തീരുമാനമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പലപ്പോഴും ഈ പറയുന്ന ഇപ്പോൾ പത്തനംതിട്ട, കോട്ടയത്ത് ഞങ്ങളൊരു സീറ്റുണ്ട്, തൃശ്ശൂർ 2 സീറ്റുണ്ട്, എല്ലാ ജില്ലകളിലും. അതിലിപ്പോൾ ആലപ്പുഴ ഞങ്ങൾക്കില്ല. തിരുവനന്തപുരത്ത് കോവളം സീറ്റ് ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് മാറ്റി വെച്ചിരുന്നതാണ്. കോവളം സീറ്റ് ഞങ്ങൾക്ക് ഉറപ്പിച്ച അതാണ് 20 സീറ്റ് എന്ന് ആദ്യം അനൗൺസ് ചെയ്തത്. അതടക്കമായിരുന്നു 20 സീറ്റ്. അതിനിടയ്ക്കാണ് വേറൊരാൾ പഴയ LDFിലുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നു, അവിടെ നിന്ന് മാറി BJPയിൽ ചേർന്നു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവർക്ക് സീറ്റ് കൊടുക്കണം. എന്താ? ഞാൻ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു തർക്കം ഒരു സ്ഥലത്തും ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. വളരെ സുതാര്യമായിട്ട്, വളരെ സൗഹൃദപരമായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഇതിൻ്റെ നേതാക്കന്മാർ എന്ന് പറയുന്നത് ആരും സ്വാർത്ഥ താല്പര്യക്കാരല്ല. അതുകൊണ്ടാണ് ആ വിട്ടുവീഴ്ച കൊടുത്തത്. അല്ലെങ്കിൽ എനിക്ക് 20 സീറ്റ്, 2020ക്ക് 20 സീറ്റ്സ് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് 1 സീറ്റ് കുറയുമല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു വേണമെങ്കിൽ ഇടുക്കിയിൽ എവിടെയെങ്കിലും തരാം. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പോയി മത്സരിച്ച് കാര്യമില്ല, കുഴപ്പമില്ല, ഞാൻ 19 സീറ്റിൽ മത്സരിച്ചോളാം. ഒരു മാജിക് നമ്പർ എന്നുള്ള രീതിയിലാണ് 2020ക്ക് 20 സീറ്റ്സ്. അതാണ് ഞങ്ങൾ ആദ്യം കൊണ്ടുവന്നത്. പക്ഷേ ഇതിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എടുത്തോളാൻ പറഞ്ഞു. ഇതും ഒരു ഫോൺ കോളിൽ തീർന്നൊരു കാര്യമാണെന്നാണ് പറഞ്ഞു. പക്ഷേ ഈ നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ സീറ്റ്, അവിടെ ഒരു ഹിന്ദു ഭൂരിപക്ഷം, ഈഴവ ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലം. അവിടുത്തെ ഉമേഷ് ചള്ളിയിൽ പണ്ട് പിന്നെ SNDP യോഗത്തിൻ്റെ നേതാവ് അവിടുന്ന് മത്സരിച്ച് ജയിച്ച് അത് BDJS ആവശ്യപ്പെട്ടിരുന്ന ഒരു സീറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJPക്കും അവിടെ 10-30 വോട്ടുണ്ട്. അപ്പോൾ അത് 2020ക്ക് തന്നത് ഈ 2 പാർട്ടികളിലും അകത്ത് പ്രശ്നങ്ങളുണ്ട്. ഇത് അതുകൊണ്ടാണ് ഒരു ഡീലെന്ന് ഇവർ ഇങ്ങനെ പറയുന്നത്. അല്ലേ? അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റ് വിഭജനത്തിലും
അതുപോലെ തന്നെ LDFൻ്റെ സീറ്റ് വിഭജനത്തിലുമൊക്കെ നമ്മൾ ഇങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് അതൊക്കെ അവരുടെ പാർട്ടിപരമായിട്ട് ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഞാൻ പറയുന്നത്. നമ്മളെന്തിനാ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ? ഞങ്ങളാരും LDFൻ്റെയും UDFൻ്റെയും കാര്യങ്ങൾ, അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ ഞങ്ങൾ ഇടപെടുന്നില്ല. ഞങ്ങൾ NDAയിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ സുതാര്യമായിട്ട് സൗഹൃദപരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അത് പരിഹരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സ്റ്റേജിൽ ഒരു അപശബ്ദം എവിടെന്നെങ്കിലും കേട്ടോ? അതില്ലാതെ ഇരുന്ന ഒരേ ഒരു മുന്നണി NDA മുന്നണിയാണത്. പിന്നെ ഓരോ സീറ്റിൻ്റെയും കാര്യങ്ങൾ ഇപ്പോൾ റാന്നി പറഞ്ഞു, തൃപ്പൂണിത്തുറ പറഞ്ഞു, കൊടുങ്ങല്ലൂർ പറഞ്ഞു. ഇതൊക്കെ ഈ പലപ്പോഴും ഞാൻ പറയില്ലേ, BJPയിലായിക്കോട്ടെ എല്ലാ പാർട്ടിയിലും കോൺഗ്രസ്സിൽ കലാപമല്ലേ നടന്നത് പല സീറ്റുകൾക്കും വേണ്ടിയിട്ട്. ഈവൻ എത്ര MP-മാർ മത്സരിക്കാൻ തയ്യാറായി നിന്നു. അവസാനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം 4 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് അവർക്ക് സീറ്റുകൾ സെറ്റിൽ ചെയ്യാൻ പറ്റിയത്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഈ സീറ്റുകളിലൊക്കെ പരമ്പരാഗതമായിട്ട് മത്സരിച്ചു കൊണ്ടിരുന്ന BJP പ്രവർത്തകരുണ്ട്. അപ്പോൾ അവർ മത്സരിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ 5 or 6 ഘടകകക്ഷികൾ വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ സീറ്റ് വീതം വയ്ക്കുമ്പോൾ നാച്ചുറലി അതിൽ നിന്നല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ 4 മുറിയുണ്ട്, ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ആ ഉള്ളത് വെച്ചല്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഉള്ളത് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും വളരെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോയി. ഈ സാബ് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ ഇൻഡസ്ട്രിയൽ ക്ലൈമറ്റിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ അലയൻസ് കാരണം ഇപ്പോൾ BJP ആയിട്ട് NDAയിൽ ചേർന്ന് ഇതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? അതിൽ മാറ്റം വരുത്താൻ പറ്റുവാണെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്? ഇതിലിപ്പോൾ ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തരുടെ ഒരു എക്സ്പെർട്ടൈസ് നമുക്ക് ഇതിൽ ഉപയോഗിക്കുമ്പോഴാണ്, പ്രത്യേകിച്ചിപ്പോൾ ഈ രാഷ്ട്രീയത്തിലുള്ള ആളുകൾക്ക് കൃഷിയെ പറ്റി അറിയില്ല, ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി അറിയില്ല, വ്യവസായത്തെ പറ്റി അറിയില്ല, എങ്ങനെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നറിയില്ല. ഇപ്പം ഞാൻ തെലങ്കാനയിൽ പോയിട്ട് അവിടെ പല കാര്യങ്ങളും ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നണു ഈ ഏപ്രിൽ 4-നാണോ 5-നാണോ അവിടെ വലിയൊരു ടെക്സ്റ്റൈൽ കൺവെൻഷൻ നടക്കുന്നുണ്ട്. അത് എൻ്റെ ഐഡിയ. അത് കാരണം ഞാൻ അവിടെ ചെന്നു വലിയ ടെക്സ്റ്റൈൽ ഫാക്ടറി ഉണ്ടാക്കി. ഞാൻ അവിടുത്തെ വ്യവസായ മന്ത്രിയോട് പറഞ്ഞു, ഈ ടെക്സ്റ്റൈലിന് ഏറ്റവും നല്ല കാലാവസ്ഥയും റോ മെറ്റീരിയൽ, കാരണം കേരളത്തിൽ നമ്മൾ കോട്ടൺ ഉണ്ടാക്കുന്നില്ല, പക്ഷെ തെലങ്കാനയിൽ ഹ്യൂജ് 3rd ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ് കോട്ടൺ, പക്ഷെ അവിടെ ടെക്സ്റ്റൈൽ ഫാക്ടറികളില്ല. അപ്പം ഞാൻ പറഞ്ഞ് ഇതിന് ഏറ്റവും പറ്റിയ മണ്ണുമാണ്, ഏറ്റവും പറ്റിയ സ്ഥലമാണ്, അതുകൊണ്ട് ഇത് പ്രൊമോട്ട് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ മേജർ മാനുഫാക്ചേഴ്സിൻ്റെ ലിസ്റ്റ് വരെ കൊടുത്തത് ഞാനാണ്, അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യിപ്പിച്ചത് ഞാനാണ്. അങ്ങനെ വലിയൊരു കൺവെൻഷൻ നടക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് എന്തായാലും എങ്ങനെ വന്നാലും ഒരു 10,000-10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അതുകൊണ്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിവുള്ള ആളുകൾ ഇതിലേക്ക് വരണം. ഇപ്പോൾ ഞങ്ങളിതിൽ വന്നതുകൊണ്ട് മാത്രം നമുക്ക് കേരളത്തിൽ വ്യവസായം കൊണ്ടുവരാൻ പറ്റില്ല. കേരളത്തിൻ്റെ ഭരണമുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു യുവാക്കൾക്കും കേരളം വിട്ടു പോകേണ്ട സാഹചര്യം വരില്ല. ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന വളരെ യുണീക്കായിട്ടുള്ള ഒരു വാഗ്ദാനമുണ്ടത്. ഒരു തൊഴിൽ കൊടുക്കുന്നവന് 1 ലക്ഷം രൂപ സബ്സിഡി കൊടുക്കുമെന്ന്. ഇന്ത്യയിൽ ലോകത്തിൽ ഒരാളും ചെയ്യാത്തതാണ്. അപ്പോൾ ഒരു ചെറുകിട ഒരു SME അവനെ സംബന്ധിച്ച് മൂലധനമാണ് ഏറ്റവും വലിയ പ്രശ്നം. അവൻ്റെ കയ്യിൽ പണമില്ല. ഇവിടെ 10 പേരുടെ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു തൊഴിലുണ്ടാക്കുന്നവന് 10 ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുക്കുക. ഗവൺമെൻറ്റിന് റിട്ടേൺ ആയിട്ട് 10 തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. അങ്ങനെ വളരെ യുണീക്കായിട്ടുള്ള ആ ഒരു പദ്ധതി ഞാൻ കൊണ്ടുവന്നൊരു പദ്ധതി. അത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ രീതിയിൽ ഒരു മാനുഫാക്ചറിങ് ഒരു വിപ്ലവം അവിടെ വന്നു കഴിഞ്ഞാൽ അത് വരുമെന്ന് സംശയമില്ല. കാരണം ഒരുപാട് ആളുകൾക്ക് സംരംഭം തുടങ്ങണമെന്നുണ്ട്. അതിനുള്ള സാഹചര്യം, അന്തരീക്ഷം സൃഷ്ടിക്കണം. 1 മൂലധനം, 2 സാഹചര്യങ്ങൾ, അന്തരീക്ഷം. അപ്പോൾ ഇത് 3ഉം കൂടി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു 20 ലക്ഷം തൊഴിൽ 5 വർഷത്തിനുള്ളിൽ സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിചാരം. അവിടെ നമ്മുടെ ഇപ്പോൾ LDF പറയുന്ന മാതിരി ഒരു
PR വർക്ക് നടത്തിയിട്ടുള്ള ഒരു തൊഴിലല്ല. കാരണം യാഥാർത്ഥ്യമാകും. 1,00,000 രൂപ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇത് ചിന്തിക്കാത്ത ആളുകൾ പോലും 10 പേരുടെ ഒരു ഫാക്ടറി തുടങ്ങാമെന്ന് വിചാരിക്കും. അപ്പോൾ അവർക്കൊരു ഇൻസെൻറ്റീവ്, അവർക്കൊരു ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കുന്ന സമയത്ത് അവർ രംഗത്തേക്ക് വരും. അത് അപ്പോൾ ഭരണം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു യുവാക്കൾ പോലും കേരളം വിട്ട് പോകേണ്ടതായിട്ടോ അങ്ങനെ ചിന്തിക്കേണ്ട സാഹചര്യമേ വരില്ല. അതിലിപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി ആയിക്കോട്ടെ, പുള്ളി ഒരു വ്യവസായിയാണ്, ഞാനും ഒരു വ്യവസായിയാണ്. എങ്ങനെ തൊഴിൽ സൃഷ്ടിക്കാം, എങ്ങനെ വ്യവസായിക സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാമെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളുകളാണത്. പക്ഷേ ഞങ്ങളുടെ ഫോക്കസ് അത് മാത്രമല്ല. ഞങ്ങൾ ഒരു സംസ്ഥാനത്തെ നയിക്കുന്ന നേതാക്കന്മാർ എന്നുള്ള നിലയ്ക്ക് ഇൻഫ്രാസ്ട്രക്ചറിലും കൃഷിയിലും എല്ലാ മേഖലകളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മാനിഫെസ്റ്റോ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മുല്ലപ്പെരിയാറിൻ്റെ പരിഹാരം കാണുന്നു, തെരുവ് നായ്ക്കളുടെ ശല്യം പരിഹരിക്കുന്നു, വന്യമൃഗ ആക്രമണം തടയുന്നു, തീരദേശ കയ്യേറ്റം അല്ലെങ്കിൽ കടൽ കയ്യേറ്റം പരിഹരിക്കുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു മാനിഫെസ്റ്റോ ആണത്. അതുണ്ടാക്കാൻ കാരണം ഞങ്ങൾ വളരെ പ്രൊഫഷണലായിട്ട് അതിനെ കണ്ടു, വളരെ ശാസ്ത്രീയമായിട്ട് പഠിച്ചു, ദീർഘവീക്ഷണത്തോടുകൂടി കണ്ടു. അതുകൊണ്ടാണ് അത്രയും നല്ല ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കാൻ സാധിച്ചത്. ഇവിടെ ഹൗസിംഗ് സ്കീം, അതായത് ഇപ്പം സാബ് ഇവിടെ ഹൗസിംഗ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടല്ലോ ഇവിടെ കിഴക്കമ്പലത്ത്. നമ്മുടെ കേരള സർക്കാർ 5 ലക്ഷം വീടുകൾ ഈ ലൈഫ് മിഷൻ വഴി കൊടുത്തു എന്ന് പറയുന്നു. പിന്നെ ടൗൺഷിപ്പ്, ഇപ്പോൾ വയനാട് ടൗൺഷിപ്പും അത് നമ്മളുടെ ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും അതിനകത്ത് ഒരു അല്ല, ഇതിൽ ഒരിക്കലും ഇവർ ഈ ഒന്നാമത് ഈ ലൈഫ് മിഷൻ എന്ന് പറയുന്നത് പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, അതുപോലെ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് ചെയ്യുന്നൊരു പദ്ധതിയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ പിതൃത്വം മുഴുവനായിട്ട് സർക്കാർ ഏറ്റെടുത്തിരിക്കുക. ഇത് ഞങ്ങൾ ചെയ്തിരിക്കുന്നതാണെന്നുള്ളത്. ഇപ്പം ഞങ്ങൾ ഈ കിഴക്കമ്പലം പഞ്ചായത്ത് തന്നെ 289 വീടാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഞങ്ങൾ അനുവദിച്ചത് ലൈഫിൽ. അതിൻ്റെ 11 കോടി മുടക്കിയിട്ട് ഒരു പൈസ ഞങ്ങൾക്ക് റീഇംബേഴ്സ് ചെയ്തിട്ടില്ല. ഇതും ഈ കേരള സർക്കാരിൻ്റെ കണക്കിൽ വന്നിരിക്കുക. അതാണ് എല്ലാ പഞ്ചായത്തുകളുടെയും അവസ്ഥ. ആ പഞ്ചായത്തിൽ പണമുണ്ടോ? ഞങ്ങൾക്ക് പണം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ 11 കോടി എടുത്തു കൊടുത്തു. അത് നടപ്പിലായി. മറ്റ് പല പഞ്ചായത്തുകളിലും ആദ്യ ഗഡു കൊടുക്കും, ഇവർ വീട് പൊളിക്കും, അനാഥരായി. പിന്നെ ഉള്ള വീടും പോയി, പുതിയ വീടും പണിയാൻ പറ്റാത്ത അവസ്ഥ കിടക്കുക. പിന്നെ വയനാട് പുനരധിവാസം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു നേട്ടമല്ല. കാരണം അതിനാവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ തുക അവർ പിരിച്ചു. അത് പല രീതിയിലും അവരത് പല മേഖലകളിലേക്ക് ഉപയോഗിച്ചു. അത് ദുർവിനിയോഗം ചെയ്തു എന്നുള്ളതൊക്കെയാണത്. ഇതല്ലെങ്കിൽ ഇതൊന്നും അല്ലല്ലോ ചെയ്യേണ്ടത്. അങ്ങനെ പിരിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് സ്ഥലം മേടിച്ച് വീട് വയ്ക്കാൻ ഒരു ഇത്ര തുക അങ്ങോട്ട് അനുവദിച്ചിരുന്നെങ്കിൽ പണ്ടേ ഇവർ അവരുടെ ആവശ്യത്തിന് സൗകര്യത്തിനനുസരിച്ച് അവർ വീട് പോയി മേടിച്ചേനെ. ഇത് എന്തുകൊണ്ട് സർക്കാർ ആ ഒരു നിർബന്ധ ബുദ്ധി എടുത്തു? ഞങ്ങൾ പണിയുന്ന വീട്ടിൽ തന്നെ ചെയ്യണം. വീണ്ടും അഴിമതി നടക്കാൻ പോകുന്നത്. ഇനി നമുക്കറിയാം, ഈ സർക്കാർ പണിതിരിക്കുന്ന കോളനികളും ഇതുപോലെ നടന്നിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റും ലൈഫിൻ്റെ അപ്പാർട്ട്മെൻറ്റുകളും നടത്തി ഇതെല്ലാം ലീക്ക് ചെയ്യുക, കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് സർക്കാർ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശരിക്കും വയനാട്ടിലൊക്കെ ഒരു നിശ്ചിത തുക തീരുമാനിച്ച് സ്ഥലം മേടിച്ച് അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കുടിയേറി പാർക്കാൻ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാനായിട്ടുള്ള പൈസ കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും കാലം ഈ പാവങ്ങൾ ദുരിതം അനുഭവിക്കേണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പണിതിരിക്കുന്ന ലൈഫ് അത് നമ്മളുടെ ഒരു ഡിസൈനിൽ ചെയ്താണ്. നമ്മൾ ഡിസൈൻ ചെയ്ത സർക്കാർ അതിന് ഡിസൈൻ തരുന്നില്ല. ഇല്ല, നമ്മളാണ് ഫുൾ കോസ്റ്റ്, നമ്മൾ തന്നെ ഇത് നമ്മൾ കൊടുക്കും, അങ്ങനെയാണ്. അതോ അതില് ഞങ്ങളിപ്പോൾ റീഇംബേഴ്സ്മെന്റ് ആയിട്ട് പോകും? ഇല്ല. ഇതിലിപ്പോൾ ആ ഒരു ഈ 1,00,000 വീട് കോളനികളായിട്ടുള്ള ഏതാണ്ട് 78 വീടുകളാണ് നമ്മുടെ കിഴക്കമ്പലം പഞ്ചായത്തിലുണ്ടായിരുന്നു. 4 കോളനികളായിട്ട്. ആ വീടുകൾ ഇതിനെല്ലാം കൂടി പല വീടുകൾക്ക് ഈ ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് പണം അനുവദിക്കാൻ പറ്റും. അന്ന് 2 ലക്ഷം രൂപയായിരുന്നു ഒരു വീടിന് അനുവദിച്ചിരുന്നത്. അപ്പോൾ ഈ 78 വീടുകളിൽ എനിക്ക് തോന്നുന്നു 18 20 വീടുകൾക്ക് ഈ 2 ലക്ഷം രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട്. 36 ലക്ഷമോ 40 ലക്ഷം രൂപയാണ് ഈ 78 വീടുകൾക്ക് കൂടി അനുവദിച്ചിരിക്കുന്നത്. അത് സ്ഥലം ഡെവലപ്പ് ചെയ്യാൻ പോലും തികയില്ലായിരുന്നു. ഞങ്ങൾക്ക് ശരാശരി അതിന് ഒരു വീടിന് 12 ലക്ഷം രൂപ ചിലവ് വന്നിട്ടുണ്ട്.
ഒരു വീടിന്. കാരണം അത് വീട് എന്ന് പറയുന്നത് വെറും വീടല്ല, അത് 720 സർക്കാർ ലൈഫ് എന്ന് പറയുന്നത് 400 സ്ക്വയർ ഫീറ്റാണ്. ഇത് 720 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, കാർ പോർച്ച് ഉണ്ട്, എല്ലാം ടൈൽഡ് ഫ്ലോറിംഗ് ആണ്, ടോയ്ലറ്റ് ഉണ്ട്, വാട്ടർ കണക്ഷൻ ഉണ്ട്, വാട്ടർ ടാങ്ക് ഉണ്ട്, ചുറ്റുമതിലുണ്ട്, ഗേറ്റ് ഉണ്ട്. പിന്നെ നമ്മളൊരു എന്താ പറയുന്ന വില്ല പ്രോജക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു വില്ല പ്രോജക്റ്റ് മാതിരി ചുറ്റുമതിൽ വെച്ച് എല്ലാവർക്കും നമ്പർ ഇട്ടിട്ട് ഏതൊരു ആധുനിക വില്ല പോലെയുള്ള ഒരു വർക്കാണ് അവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും രൂപ വന്നിരിക്കുന്നത്. ഈ 12 ലക്ഷം രൂപ ഒരു വീടിന് എന്ന് പറയുന്നത് കോമൺ ഫെസിലിറ്റീസും വാട്ടർ കണക്ഷനും ഇലക്ട്രിസിറ്റി കണക്ഷനും അങ്ങനെയുള്ള എല്ലാം കൂടി കൂടിയിട്ടാണത്. സർക്കാരിൽ നിന്ന് എത്ര കിട്ടുമോ അതിന്? അതിനാകെ ഞങ്ങൾക്ക് 38 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന്, സർക്കാരിൽ നിന്നല്ല. സർക്കാരിന്റെ കണക്കെന്താ ഒരു വീടിന് എത്രയാണ് സർക്കാരിന്റെ? ഇപ്പോൾ 6 ലക്ഷം രൂപയാണത്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം വരെ അത് 4 ലക്ഷം രൂപയായിരുന്നു. അത് ലൈഫ് മിഷനിൽ പണിയുന്നതാണ്. അത് പക്ഷേ സർക്കാരല്ല കൊടുക്കുന്നത്, പഞ്ചായത്തുകളാണ് കൊടുക്കേണ്ടത്. അത് സർക്കാർ അതിൻ്റെ അവകാശം ഉന്നയിക്കുന്നത് മാത്രമേ ഉള്ളൂ.